ഹേ നമസ്കാരം, ഞാൻ അശ്വതി. ഇതൊരു ചെറിയ വീഡിയോ ആണ് ഷോയിങ് സം ഗ്ലിംസസ് ഓഫ് മൈ ലൈഫ് ആസ് എ മെഡിക്കൽ സ്റ്റുഡൻറ്റ്. എല്ലാ സ്റ്റുഡൻസിനെ പോലെ ഞാൻ രാവിലെ കഷ്ടപ്പെട്ട് എണീറ്റ് റെഡിയായി ഫുഡൊക്കെ കഴിച്ച് അങ്ങ് ഇറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് തോന്നിയത്, ഓക്കെ ലെറ്റ്സ് ടേക്ക് എ വീഡിയോ. അതുകൊണ്ട് ഞാൻ ID കാർഡൊക്കെ എടുത്തിട്ടു. സാധാരണ ID കാർഡൊന്നും ഇടാറില്ല, പിന്നെ ഇന്നിട്ടു. എന്നിട്ട് ഞാൻ പതുക്കെ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങി. യൂഷ്വലി ഞാൻ രാവിലെ ഒറ്റയ്ക്കാണ് ഹോസ്റ്റലിൽ നിന്ന് പോവാറ്. പിന്നെ രാവിലെ ഇതുവഴി നടക്കാൻ അടിപൊളിയാണ്. സൂര്യപ്രകാശവും നല്ല ആകാശവും അങ്ങനെയൊക്കെ ആയിട്ട് അടിപൊളിയാണ്. പിന്നെ ഞങ്ങളുടെ ചുറ്റും ഒരുപാട് പുതിയ പുതിയ ബിൽഡിങ്സ് ഒക്കെ വരുന്നുണ്ട്. അവർ കോളേജ് ഇസ് ഗ്രോയിങ് വിത്ത് അസ്. ഞാൻ പോകുന്നത് ഈ കാണുന്ന ഹോസ്പിറ്റൽ ബിൽഡിങ്ങിലേക്കാണ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ അടുത്ത പരിപാടി സ്റ്റെപ്പ് കയറില്ല. യൂഷ്വലി ഞാൻ ലിഫ്റ്റിൽ പോകാറില്ല, ബിക്കോസ് ആകെപ്പാടെ ദേഹാനങ്ങ് ഈ സ്റ്റെപ്പ് കയറുമ്പോഴാണ്. സ്റ്റെപ്പ് കയറി വന്നു കഴിയുമ്പം നമുക്ക് ഈ വ്യൂ കാണാം. എന്ത് അടിപൊളിയല്ലേ. കയറ്റം കയറി വന്നു കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് അങ്ങ് കിതയ്ക്കും, സ്റ്റാമിന തീരെയില്ല. അങ്ങനെ നടന്നിടന്ന് ഞാൻ പീഡിയാട്രിക് ലെക്ചർ ഹോളിലെത്തി. ഇതൊരു ചെറിയ റൂമാണ്. ഞങ്ങൾ 19 പേർക്ക് ഇരിക്കാൻ പറ്റിയൊരു റൂം. പീഡിയാട്രിക് പോസ്റ്റിംഗ് തുടങ്ങുന്നത് രാവിലെ 8:15. ഞങ്ങൾ സ്റ്റുഡൻസ് ആരെങ്കിലും സെമിനാർ എടുത്താണ് രാവിലത്തെ ക്ലാസ് തുടങ്ങുന്നത്. ആൻഡ് സെമിനാർ വിൽ ബി ഫോളോഡ് ബൈ ഡിസ്കഷൻസ്. അങ്ങനെ പ്രൊഫസർ വരുന്നവരെ ഞങ്ങളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളും കഥകളും ഒക്കെ പറഞ്ഞ് അങ്ങ് സമയം കളഞ്ഞു. ഒരു ദിവസം ഞങ്ങൾക്ക് 2 സെമിനാറാണ് ഉണ്ടാകാറ്. അങ്ങനെ പ്രൊഫസറൊക്കെ വന്നു കഴിഞ്ഞ് സെമിനാർ തുടങ്ങി. അത് കഴിഞ്ഞ് ഡിസ്കഷൻസ് ഒക്കെ നടന്നു. പിന്നെ ഞങ്ങൾക്കൊരു ബ്രേക്ക് കിട്ടി. ബ്രേക്ക് കിട്ടിയപ്പോൾ ബാഗൊക്കെ കൊണ്ടുപോയി ഞങ്ങൾ പീഡിയാട്രിക്സ് ഡെമോ റൂമിൽ വെച്ചു. ഡെമോ റൂമിൽ വെച്ചിട്ട് പെട്ടെന്ന് ചായ കുടിക്കാൻ പോയി. ആസ് യൂഷ്വൽ ഞാൻ എൻ്റെ വെജ് റോളും കോഫിയും മേടിച്ചു. രാവിലെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു 1.5 മണിക്കൂറൊക്കെ ആയിട്ടേ ഉള്ളൂ. പക്ഷേ എന്നാലും ഇപ്പം കഴിച്ചില്ലെങ്കിൽ പിന്നെ വാർഡിലൊക്കെ പോയി നിന്ന് 1 മണിയൊക്കെ ആകുമ്പോഴേക്കും വിശന്ന് ഒരു പരുവായിട്ടുണ്ടാവും. പിന്നെ ഈ ബ്രേക്ക് ടൈം എന്ന് പറഞ്ഞാൽ 10% നമ്മളെല്ലാവരും ഫുഡ് കഴിക്കും. പിന്നെ ബാക്കി 90% ഫുൾ സംസാരവും ഡിസ്കഷൻസൊക്കെയാണ്. പഠിത്തത്തിനെ കുറിച്ച് ഡിസ്കസൊന്നും ചെയ്യാറില്ല, ബാക്കി കാര്യങ്ങളൊക്കെ. അങ്ങനെ ബ്രേക്കൊക്കെ കഴിഞ്ഞ് തിരിച്ച് ക്ലാസ്സിലേക്ക് നടന്നു. നടക്കുന്ന വഴി ഫുൾ സംസാരമാണ്. സംസാരിച്ച് സമയം പോയതൊന്നും അറിഞ്ഞില്ല. എന്നിട്ട് ഞാൻ തിരിച്ച് ഡെമോ റൂമിൽ ചെന്നപ്പോൾ അവിടെ എൻ്റെ ബാഗ് മാത്രം. ബാക്കി എല്ലാവരും വാർഡിൽ. പിന്നെ ഞാനും പതുക്കെ ബാഗൊക്കെ എടുത്ത് വാർഡിലേക്ക് നടന്നു. അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ഫിറ്റ് ചെക്ക്. എന്നിട്ട് പിന്നെ അവിടെ ഇവിടെയൊക്കെ സംസാരിച്ചൊക്കെ നടന്നു. പിന്നെ ലേറ്റ് ആയപ്പോൾ ഞാൻ പതുക്കെ വാർഡിലേക്ക് നടന്നു. ഈ പീഡിയാട്രിക്സ് പോസ്റ്റിംഗ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. പിള്ളേരെ കയ്യിലാക്കാൻ വേണ്ടി മുട്ടായും പിന്നെ ടോയ്സും ഒക്കെ ആയിട്ടാണ് നമ്മൾ വാർഡിലേക്ക് പോയത്. അവർ നമ്മളോട്ടൊന്ന് സെറ്റായാലേ നമുക്ക് ഹിസ്റ്ററി ടേക്കിങ്ങും ബാക്കി എക്സാമിനേഷൻസും ഒക്കെ ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ കുറച്ച് ഡിഫിക്കൽട്ട് പാർട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിഡ്സ് ഭയങ്കര സിക്കായിരിക്കും. പിന്നെ നമ്മൾ ഡീൽ ചെയ്യുന്ന ഇവരുടെ ആൻഷ്യസ് പേരൻസ് ആയിട്ടായിരിക്കും. ഇനിയൊരു ഗെറ്റ് റെഡി വിത്ത് ആണ്. ഞങ്ങളെല്ലാവരും വാർഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വൈറ്റ് കോട്ടൊക്കെ ഇട്ട് സ്റ്റെതസ്കോപ്പും ബാക്കി ടൂൾസും ബുക്സും പെന്നും പിന്നെ ചോക്ലേറ്റ്സും ടോയ്സും ഒക്കെ എടുത്ത് ഞങ്ങളെല്ലാവരും റെഡിയായി. ഇനി കുറച്ചധികം നേരം ഞങ്ങളെല്ലാവരും വാർഡിലായിരിക്കും. സോ വെള്ളം കുടിക്കാനൊന്നും സമയം കിട്ടത്തില്ല. സോ ഹൈഡ്രേഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. എന്തായാലും ഇത്ര കഷ്ടപ്പെട്ട് റെഡി ചെയ്തല്ലേ, ഇനി ഒരു ഫിച്ചപ്പും കൂടെ ചെയ്തേക്കാം. ഇതൊക്കെ കഴിഞ്ഞ് ഞങ്ങളെല്ലാവരും വാർഡിൽ പോയി കേസ് ഡിസ്കഷൻസും ഒക്കെ ആയിട്ട് സമയം പെട്ടെന്ന് അങ്ങ് പോയി. ശരിക്കും 1 മണി വരെയാണ് പോസ്റ്റിംഗ്, പക്ഷെ ഞങ്ങൾ ഇന്ന് നേരത്തെ വിട്ടു. 12:45 തന്നെ വിട്ടു. ഇനിയിപ്പോൾ തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോവാം. അങ്ങനെ തിരിച്ച് റൂമിൽ വന്നു. ഇനിയിപ്പോൾ രാവിലെ കൊണ്ടുപോയ സാധനങ്ങളൊക്കെ നമുക്ക് അൺലോഡ് ചെയ്യണം. പിന്നെ ഉച്ചകഴിഞ്ഞത്തെ ലെക്ചേഴ്സിനുള്ള ബുക്കും പെന്നും ഒക്കെ ലോഡ് ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് കുറച്ച് വെള്ളം കൂടെ കുടിച്ചേക്കാം. പിന്നെ കയ്യിലും സ്റ്റെതസ്കോപ്പൊക്കെ ഉള്ളതല്ലേ, സ്വന്തം ഹാർട്ട് ബീറ്റിൽ കേൾക്കുന്നത് തെറ്റൊന്നുമില്ലല്ലോ. അങ്ങനെ ജീവനൊക്കെ ഉണ്ടെന്ന് ഉറപ്പിച്ച ശേഷം നമുക്ക് ബാഗൊക്കെ പാക്ക് ചെയ്ത് പതുക്കെ ലഞ്ച് കഴിക്കാൻ വേണ്ടി പോവാം. കഴിക്കാൻ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് അപ്പുറത്തെ റൂമിൽ പോയി എൻ്റെ ഈറ്റിംഗ് പാർട്ട്ണറിനെ വിളിക്കാം. ഇനി എംറ്റി വാട്ടർ ബോട്ടിലൊക്കെ ഒന്ന് ഫില്ല് ചെയ്തേക്കാം. രാവിലെ തൊട്ട് ഉച്ചവരെ എന്തായാലും വെള്ളം കുടിച്ചു. ഇനി ഉച്ച കഴിഞ്ഞ് ഉറക്കം വരാതിരിക്കാൻ ഇടയ്ക്കിടയ്ക്ക് വെള്ളം കുടിക്കേണ്ടി വരും. അങ്ങനെ പ്ലേറ്റൊക്കെ എടുത്ത് കുറച്ച് സംസാരിച്ച് സ്റ്റെപ്പൊക്കെ ഇറങ്ങി ഞാനും അവളും താഴെ മെസ്സേജ് ചെന്നു. ഞാനും അവളും ചെന്നപ്പോഴേക്കും മീൻ വറുത്തൊക്കെ തീരാറായി. പിന്നെ മോരാണെങ്കിൽ തീർന്നും പോയി. അത് ഭയങ്കര ഡിസപ്പോയിൻമെൻ്റ് ആയിരുന്നു. പിന്നെ അച്ചാറൊക്കെ വെച്ച് നമ്മളങ്ങ് അഡ്ജസ്റ്റ് ചെയ്തു. പോസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് ക്ഷീണിച്ച് വന്ന് ഉച്ചയ്ക്ക് ചോറ് കഴിക്കുമ്പോൾ ഭയങ്കര അടിപൊളിയാണ്. ഇതായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ലഞ്ച്. ഞാനും എൻ്റെ ഈറ്റിംഗ് പാർട്ണറും രണ്ടും 2 ഡിപ്പാർട്ട്മെൻറ്റിലാണ്. സോ ഉച്ചയ്ക്ക് കഴിക്കാൻ വന്നിരുന്നാൽ ഞങ്ങൾക്ക് ഷെയർ ചെയ്യാൻ ഒരുപാട് കാര്യങ്ങൾ കാണും. ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ കാര്യം, അവളുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ കാര്യങ്ങളൊക്കെ പറയും. അങ്ങനെ സംസാരിച്ചിരുന്ന സമയം പോകുന്ന പോലും ഞങ്ങൾ അറിയാറില്ല. ഒരു ദിവസം ഇങ്ങനെ സംസാരിച്ചിരുന്ന് ലെക്ചറുള്ള കാര്യം തന്നെ ഞങ്ങൾ മറന്നുപോയി. അങ്ങനെ 2 മണിക്കത്തെ ക്ലാസ്സിന് 1:50 കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങുന്നത്. പിന്നെ ഈ പൊരിഞ്ഞ വെയിലത്ത് കൊടയൊക്കെ ചൂടി ഞങ്ങൾ പതുക്കെ അക്കാഡമിക് ബ്ലോക്കിലെത്തി. ഇന്ന് ഞങ്ങൾക്ക് അനാട്ടമി ലെക്ചറോളാണ് ക്ലാസ്. ഫസ്റ്റ് ഇയർ വന്നപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ലെക്ചേഴ്സും ഈ ലെക്ചറോളിലായിരുന്നു. ഇപ്പോൾ 3rd ഇയർ ആയപ്പോഴും ഇടയ്ക്കൊക്കെ ഇവിടെ വന്നിരുന്ന് പഠിക്കാനുള്ള അവസരമൊക്കെ കിട്ടാറുണ്ട്. പിന്നെ ഞാനും ഇവളും ഞങ്ങൾ എങ്ങനെ വന്നാലും എന്ന് വന്നാലും ഫസ്റ്റ് റോയിലായിരിക്കും. ഞങ്ങളുടെ ഫ്രണ്ടിലും ആരും കാണത്തില്ല, ഞങ്ങളുടെ റോയിലും ആരും കാണത്തില്ല. എല്ലാവരും പുറകിലായിരിക്കും. അങ്ങനെ 3:30 ക്ലാസ് കഴിഞ്ഞു. 4 മണിക്കത്തെ ക്ലാസ് 3:30 കഴിഞ്ഞപ്പോൾ തന്നെ ഭയങ്കര സന്തോഷം. എന്തായാലും നേരത്തെ ക്ലാസ്സൊക്കെ വിട്ടല്ലേ, ഇനിയിപ്പോൾ ക്യാൻറ്റീൻ വരെ ഒന്ന് പോയിട്ട് വരാം. കുട എടുക്കാൻ മടിയായതുകൊണ്ട് ഞങ്ങൾ വെയിലത്താണ് നടന്നത്. പക്ഷെ ആ സൈഡിലൊക്കെ നല്ല കാർമേഘമുണ്ട്. ക്യാൻറ്റീനിൽ ചെന്ന് കുറച്ചധികം നേരം ഞങ്ങൾ നോക്കി ഒരു ബുക്ക് മേടിച്ചു. പിന്നെ കുറച്ച് ചോക്ലേറ്റ്സും മേടിച്ചു. ആവശ്യമുള്ള സാധനമൊക്കെ മേടിച്ച സ്ഥിതിക്ക് നമുക്കിനി തിരിച്ച് ഹോസ്റ്റലിലേക്ക് പോവാം.
എന്നിട്ട് ഞങ്ങൾ പെട്ടെന്ന് ഹോസ്റ്റലിലേക്ക് നടന്നു. പെട്ടെന്ന് പോയിട്ട് വലിയ കാര്യമൊന്നുമില്ല, എന്നാലും എത്ര നേരത്തെ പോകുന്നു അത്ര നേരം നമുക്ക് വെറുതെ ഇരിക്കാമല്ലോ. ക്ലാസ് കഴിഞ്ഞ് ഹോസ്റ്റലിൽ ചെന്ന് കഴിയുമ്പം അടിപൊളിയാണ്, ഇനി കിടന്നങ്ങ് ഉറങ്ങാമല്ലോ. അങ്ങനെ ഞാൻ തിരിച്ച് ഹോസ്റ്റലിലെത്തി. നമ്മൾ എവിടെ വീഡിയോ തുടങ്ങിയോ അവിടെ തന്നെ തിരിച്ചെത്തിയിരിക്കുന്നു. ഇനിയിപ്പോൾ ചായയൊക്കെ കുടിക്കാൻ പോകണം, പിന്നെ എന്തെങ്കിലും കഴിക്കാനൊക്കെ കാണും, അതൊക്കെ കഴിക്കണം. അത് കഴിഞ്ഞ് ഫുൾ ചില്ലാണ്, കാരണം നമുക്കിനി നാളെ ക്ലാസ്സിൽ പോയാൽ മതിയല്ലോ. എൻ്റെ ഡേയ്സൊക്കെ ഓൾമോസ്റ്റ് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ഏകദേശം എല്ലാമൊക്കെ ഞാൻ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് വളരെ ചെറിയൊരു വീഡിയോ ആണ്. നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. ആൻഡ് സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ പറയാം. താങ്ക് യു ഫോർ വാച്ചിങ്.